ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ അടിമകളെ, സഹോദര സഹോദരിമാരെ, പടച്ചതമ്പുരാന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇഹലോക ജീവിതത്തിന് ശേഷം നാളത്തെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയട്ടെ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഈ കൗമുണ്ടല്ലോ, ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധക്കുറവ് നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തിൽ നിന്ന് എത്ര കണ്ട് അകറ്റി എന്നതാണ് ഖുർആനെ സാക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുവാൻ കാരണമായി മാറുന്നത്. നമ്മുടെയൊക്കെ സമയത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും ഒരു ആചാര സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ അതിർവരമ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ഖുർആനിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വയം ഒരു വിലയിരുത്തൽ നടത്തി നോക്കുക. നമുക്ക് കുറേ കാരണങ്ങൾ ഇതിൻ്റെ പേരിൽ നമുക്ക് പറയാനുണ്ടാകും. നമുക്ക് അതിൻ്റെ ഭാഷ നമുക്ക് അന്യമാണ്, അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥവും ഗാംഭീര്യവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഉപമകളും ഉദാഹരണങ്ങളിലെ ഒക്കെ അങ്ങോട്ട് വേണ്ട വിധം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ ന്യായങ്ങളാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വാദിച്ചാലും നമ്മൾ ഒഴിവ് കഴിഞ്ഞ് പറഞ്ഞാലും തനിക്ക് വേണ്ടി തൻ്റെ റബ്ബിൻ്റെ കാലാതീതമായ ഒരു ജീവിത സന്ദേശം എന്ന നിലയിൽ നമുക്ക് ഈ ഖുർആനിനെ നമുക്ക് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക? മുസ്ലിം സമുദായം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളുടെയും കാരണം ഖുർആനിനെ നമ്മൾ ഏതൊരു ലക്ഷ്യം വെച്ചാണ് ഖുർആൻ നമ്മളിലേക്ക് ഇറങ്ങിയത്, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഖുർആനിനെ പരിഗണിക്കുന്നില്ല. നേരെ മറിച്ച് ചില ആചാര സമ്പ്രദായങ്ങൾക്കനുസരിച്ച് കേവലം ഒരു ആരാധന പരമായ ഒരു മുസ്ലിം, ഒരു ആചാര മുസ്ലിം എന്നിടത്ത് ഖുർആനിനെ നമ്മൾ മാറ്റി നിർത്തി. എന്നിട്ടോ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റുള്ള വ്യത്യസ്തമായ എല്ലാ സന്ദർഭങ്ങളിലും ഖുർആനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റു പലതിനെയും നമ്മൾ എന്താക്കി മാർഗമായി വഴികാട്ടിയായിട്ട് നമ്മൾ അന്വേഷിച്ചു. നമുക്ക് എന്താണ് ഖുർആൻ മനസ്സിലാക്കാത്തതുണ്ടോ? ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംവദിച്ച് ചോദിക്കും. ഈ കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ ഇപ്പോൾ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ ഒരു വീട്ടിലേക്ക് ചെന്നാൽ ഉടനെ വല്യപ്പ വിളിക്കും, ദേ ഉസ്താദ് വന്നേക്കുന്നു, ഉസ്താദിന് ആ പാട്ടൊന്ന് പാടിക്കൊടുത്ത് ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? കുട്ടി അപ്പോഴേക്കും ആ സ്കൂളിൽ കാണാതെ പഠിച്ച ആ ടിങ്കിൾ ടിങ്കിൾ പാട്ടും ലിറ്റിൽ സ്റ്റാറും റെയിൻ റെയിൻ ഗോയവേ. ചില കുട്ടികളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് വകുപ്പ് തല മന്ത്രിമാരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ അങ്ങോട്ട് പറയും. ഇങ്ങനെയൊക്കെ കാണാതെ പഠിക്കുന്ന 2-3 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ് ഖുർആൻ വഴങ്ങാത്തത്? ഇക്കൂട്ടത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്, ഹെവൻസ് സ്കൂളിൻ്റെ ഭാരവാഹികൾ ഇരിക്കില്ലേ? അവർ ചെയ്ത ഒരു വലിയ ധർമ്മമുണ്ട്. നമ്മൾ സാധാരണ മദ്രസയിലേക്ക് ആൾക്കാർ 5-6 വയസ്സെത്തിയിട്ടാണ്
മദ്രസയിൽ അലിഫ് ബാ മുതലൊക്കെ പഠിപ്പിക്കുന്നത്. ഈ ഹെവൻസ് സ്കൂള് ഈ നാട്ടിൽ നിർവഹിച്ച വലിയ ഒരു കാര്യം, നമ്മൾ ആ ഒരു പ്രീ കെ ജി ടൈം ഉണ്ടല്ലോ, 3 തൊട്ട് ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ടിങ്കിൾ ടിങ്കിലൊക്കെ പാടുന്ന കുട്ടികൾ ഹെവൻസ് സ്കൂളിലെ കുട്ടികൾ ആദ്യത്തെയൊക്കെ കെ ജി ക്ലാസ്സുകളിൽ തന്നെ അമ്മ ജുസു കംപ്ലീറ്റ് ഇങ്ങനെ നോക്കി ശ്രുതി മധുര മനോഹരമായ രീതിയിൽ ഓതും. ഏറെക്കുറെ ആ ഒരു 3 വർഷം കൊണ്ട് ഖുർആനിന്റെ ഹത്മ് തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നമ്മുടെ 3-നും 6-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഖുർആനിന്റെ ഹത്മ് തീർക്കുമാർ. അത് നല്ല കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ കഴിഞ്ഞു എന്നത് ഹെവൻസ് സ്കൂൾ, അല്ലെങ്കിൽ അതുപോലെ പല സ്കൂളുകളുണ്ട്. അൽഫിത്ര പോലുള്ള സ്കൂളുകളൊക്കെ പലതും ഉണ്ട്. എല്ലാ മതസംഘടനകളും അതായത് ആ ഒരു വലിയ ഈ കാലഘട്ടത്തിൽ അവർ ചെയ്ത വലിയൊരു കാര്യമാണ്. നമ്മുടെ മക്കളെ ഖുർആൻ ഈ ഒരു അർത്ഥത്തിൽ ഖുർആനോടുകൂടി ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. നമുക്കൊക്കെ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണ് എന്ന് വന്നപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ജർമ്മൻ, അതുപോലെ തന്നെ കാനഡ പോലെയുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇല്ലേ, ഇപ്പോൾ IELTS കോഴ്സുകൾ നടത്തുന്നവരില്ലേ, ആ ഭാഷകളൊക്കെ പഠിക്കുന്നവർ. നമുക്ക് തൊഴിലും ജോലിയും ഒക്കെ കിട്ടണമെങ്കിൽ, നമ്മുടെ ഇഹലോക ജീവിതം ഭദ്രമായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തോളം ഭാഷകൾ അനിവാര്യമാണ് എന്ന് വന്നപ്പോൾ അത് പഠിച്ച നാം നമ്മുടെ ഇഹപര ജീവിതത്തിൽ, ഈ ലോകത്തെ മാത്രമല്ല നാളത്തെ പരലോക ജീവിതത്തിന്റെ വിജയനിദാനം കൂടിയായ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ എന്തേ മെനക്കെടാതെ പോയത്? നമ്മൾ ഈ സഹാബിമാരെ കുറിച്ചിട്ടൊക്കെ വല്ലാതെ നിന്ന് വർത്തമാനം പറയാറില്ലേ? വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്, മനുഷ്യത്വം തന്നെ ഇല്ലാത്ത, പെരുമാറ്റ മര്യാദകൾ അറിയാത്ത. ഇപ്പം നമ്മളൊക്കെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായി എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്? ആ കാലഘട്ടത്തിലെ മനുഷ്യർ അത്ഭുതപ്പെടുത്തിയ മാറ്റം, ഖുർആൻ വരുത്തിയ മാറ്റം, നീതിയുടെ, സത്യത്തിൻ്റെ, പെരുമാറ്റ മര്യാദയുടെ ഏറ്റവും മഹോന്നതമായൊരു മാതൃകാ വ്യക്തിത്വങ്ങളാക്കി മാറ്റുമാറും. ഇപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരാൻ പോവുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. ഗാന്ധിജി പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ഉമറിനെ പോലുള്ളവരുടെ ഭരണമാണ് വരേണ്ടതുണ്ട്. ആരാണ് ഉമർ? മക്കയെ വിറപ്പിച്ച പേടി സ്വപ്നമായിരുന്ന ഉമർ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും ഉദാത്ത മാതൃകയായി 1400 വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കുന്ന ഒരു സ്മര്യ പുരുഷനാക്കി മാറ്റുന്നതിൽ ഖുർആൻ വഹിച്ച പങ്ക്. അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ എടുത്തു നോക്കുക. ഈ പ്രഥമ വിശ്വാസികളെ പോലെ ഖുർആനിന്റെ ആ വിഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൻ്റെ ആ സമ്പത്ത്, ഖുർആനിൽ അടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ നേടാൻ നമുക്കും അർഹതയുണ്ടായിരിക്കെ, ഈ 1500 വർഷങ്ങൾക്ക് ശേഷവും ഖുർആനിന്റെ പ്രസക്തി നിലനിൽക്കെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങോട്ട് ഈ ഖുർആൻ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്? ഖുർആനോടുള്ള അവഗണന നമുക്ക് ഇസ്ലാം അറിയാതെ വരും, അള്ളാഹുവിനെ അറിയാതെ വരും, റസൂലിനെ അറിയാതെ വരും, സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ട് അറിയാതെ വരും. പിന്നെ ഇതിനെ നമ്മൾ മാറ്റിവെച്ചാൽ പിന്നെ കിട്ടുന്നത് ഈ പുരോഹിതന്മാരിൽ നിന്ന് കേൾക്കുന്ന കെട്ടുകഥകളും അതുപോലെ തന്നെ മറ്റുള്ള അന്ധവിശ്വാസങ്ങളും. വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണല്ലോ അന്ധവിശ്വാസം ജനിക്കുന്നത്. ഖുർആൻ പഠിക്കാതെ മാറ്റിവെക്കുമ്പോൾ അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയും അന്ധവിശ്വാസം പൗരോഹിത്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിരർത്ഥകമാക്കി കളയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കൃത്യമായ ബോധ്യം, ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം
കേവലം റമദാൻ വരുമ്പോൾ നമ്മളതെടുത്ത് ഇങ്ങനെ ഓടിച്ചിട്ടൊരു ഹത്തുമ തീർക്കുക, പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഖുർആൻ അവിടെ ഇങ്ങനെ മാറ്റി നമ്മുടെ അലമാരയിൽ ഭദ്രമാക്കി വെക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ വഴി നടത്താവുന്ന വഴികാട്ടിയായി ഖുർആൻ മാറണം. ഞാനൊരു കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ വന്ന ഒരു രസകരമായ ഒരു വർത്തമാനമുണ്ട്, ഒരു തമാശയാണ്. പക്ഷെ അത് വായിച്ചപ്പോൾ അത് തമാശയായിട്ടല്ല, അതിലൊരു ഗൗരവത്തിലാണ് ഞാൻ ചിന്തിച്ചത്. അത് പങ്കുവെച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കും. ഒരു 3 കൂട്ടുകാരി ഒരാൾക്ക് ഇങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്ന് നിൽക്കുക. അപ്പോൾ പരിചയപ്പെട്ടപ്പോഴൊക്കെ പെണ്ണിൻ്റെ വാപ്പ ചോദിച്ച്, കൂട്ടുകാരനോട് ചോദിച്ചു, എന്താ പേര്? പേര് യൂനസ് എന്നാണ്. ഓ, നിനക്ക് സൂറത്ത് യൂനസ് കാണാതെ അറിയോ? ഓ, എനിക്കറിയാം. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു യാസീൻ. നിനക്കും കാണാതെ യാസീൻ അറിയാലേ? അറിയാം. 3ാമത്തെ ഊഴം പുതിയാപ്പള പയ്യൻ്റെ. പയ്യൻ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ പേര് തോഹ എന്നാണെങ്കിലും എല്ലാവരും എന്നെ കുൽഹു അല്ലാഹു അഹദ് കുൽഹു അല്ലാഹു അഹദ് എന്നാണ് വിളിക്കുന്നത്. ഫാത്തിഹ പോലും അർത്ഥമറിയാത്ത 100ൽ 10 പേരുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു വർത്തമാനത്തിൻ്റെ, ഈ ഒരു തമാശയുടെ ഗൗരവം എത്രയാ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നവർ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഫാത്തിഹയെങ്കിലും, നമ്മുടെ ഖുർആനിലെ ആ പ്രവേശനം, ആ ഫാത്തിഹയെങ്കിലും അർത്ഥമറിഞ്ഞുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. പുറത്തിറങ്ങിയിട്ട് 100 പേരെ എടുത്ത് നോക്കിയാൽ ഫാത്തിഹ തന്നെ അർത്ഥം പോട്ടെ തെറ്റാതെ കണ്ട് ഓതാൻ അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കിക്കോ. അറിയില്ല. എത്ര ഗൗരവമാണ് വിഷയം. നിസ്സാരമായൊരു കാര്യമാണോ നമ്മുടെ ജീവിതത്തിന്, ഒരു ലോകത്തെ, ഒരു സമൂഹത്തെ മാറ്റി പരിവർത്തിപ്പിച്ചിട്ട് ലോകാവസാനം മുഴുവനും വരേക്ക് അതിന്റെ പരിവർത്തനം നടത്തേണ്ടവർ അതിന്റെ പ്രാഥമികമായ അധ്യായം പോലും അറിയുന്നില്ല എങ്കിൽ മുസ്ലിം സമുദായത്തെ പോലെ ദുരന്തം സംഭവിച്ചവർ നിർഭാഗ്യവാന്മാർ ആരാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അലൈക്കും ബിൽ ഖുർആൻ, നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ത്? ഫതഅല്ലമു, നിങ്ങൾ ഖുർആൻ പഠിക്കണം. വഅല്ലിമു അബ്നാഅകും, നമ്മുടെ മക്കളെയും ഖുർആൻ പഠിപ്പിക്കണം. ഫഇന്നകും അൻഹു തുസ്അലൂൻ, ആ ഖുർആനിനെ പറ്റി നിങ്ങളോട് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുകയാണ്. ആ ഖുർആൻ പഠനത്തിന്റെ ആ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ റജുലിൻ അല്ലമ വലദഹുൽ ഖുർആന ഇല്ലാ തവജ്ജദല്ലാഹു അബവൈഹി യൗമൽ ഖിയാമത്തി താജൽ മുൽക്ക്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, ആ രക്ഷിതാക്കളെ അല്ലാഹു സിംഹാസനത്തിന്റെ ഉടയവന്റെ ഒരു കിരീടമണയിക്കുമെന്നാണ്. അതുമാത്രമല്ല, ജനങ്ങൾ ആരും തന്നെ കാണാത്ത വണ്ണം, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഉടയാട സമ്മാനമായിട്ട് അവരെ അണിയിക്കുന്ന. നമ്മൾ എന്തോരം സമയം നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് വല്ലാതെ കോൺഷ്യസ് ആണ്, വല്ലാതെ ബോധവാന്മാരാണ് അല്ലെ? രാവിലെ തന്നെ നമ്മൾ നടക്കുന്നവർ, പലവിധ എക്സർസൈസ് ചെയ്യുന്നവർ, ജിമ്മിന് പോകുന്നവർ അല്ലെ? ജുംബോ ഡാൻസ് വിവാദമായല്ലോ ഒരു കാലത്തിവിടെ. ജുംബോ ഡാൻസ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് യോഗ നടത്തുന്നവർ, ഡയറ്റ് നടത്തുന്നവർ, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റാണ് സഹോദരന്മാരെ.
24 മണിക്കൂർ എന്ന് പറയുന്നത് 1440 മിനിറ്റിൽ ഒരു 15 മിനിറ്റ് ഈ ഒരു അഹ്സനുൽ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമില്ലേ ഏറ്റവും മനോഹരമായ കലാം, ആ കലാമിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാറുണ്ടോ? നമുക്ക് കഴിയണം. ഒരു 15 മിനിറ്റ്. എത്ര സമയമാണ് നമ്മൾ അറിയുന്നില്ല മൊബൈലിൽ നോക്കിയിരുന്ന് രസിച്ചിരിക്കുന്നവർ, നമ്മൾ അറിയുന്നില്ല നമ്മുടെ സമയം പോകുന്നത്. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ അറിയുന്നില്ല നമ്മുടെ സമയങ്ങൾ പോകുന്നത്. നമ്മൾ ഖുർആനിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം പഠിക്കാൻ. അല്ല, ചില സ്കൂളുകളിലൊക്കെ നമ്മളിങ്ങനെ അഡ്മിഷൻ മേടിക്കുമ്പോൾ മക്കളോട് ചോദിക്കും എവിടെയാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ബാപ്പയാണ്. ഇന്നാലിന്ന സ്കൂളിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തു, ഞാൻ ഇന്നയാളെ കണ്ട് റെക്കമെൻഡ് ഇല്ലേ, ബാപ്പയാണ് മറുപടി. എന്തൊരു അഭിമാനമാണ്! മകൻ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് പിതാവ് അഭിമാനിക്കുമ്പോൾ നല്ലത് തന്നെ. നമ്മുടെ ഭൗതികമായ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് നല്ലത് തന്നെ. ഈ ഒരു പഠനം ഖുർആനിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. പണ്ടത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായില്ല. പണ്ടൊക്കെ ഖുർആൻ അറിയുന്നത് ആരാ? ഈ മരിച്ച വീട്ടിലൊക്കെ ഉസ്താദ് വന്ന് ഖുർആൻ ഓതാൻ കാരണം എന്താ? ഉസ്താദ് ഖുർആൻ ഓതിയാലേ ശരിയാവൂ എന്നതല്ല കാരണം. വീട്ടുകാർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മരിച്ച വീട്ടിൽ ഉസ്താദ് വന്ന് ദുആ ചെയ്യുന്നത് എന്തിനാ? വീട്ടുകാർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മളൊരു നിസ്സഹായ അവസ്ഥ. അപ്പൊ പണ്ടൊക്കെ ഈ ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികളോ അറബി കോളേജിലുള്ള കുട്ടികളോ ആണ് ഖുർആൻ വായിക്കുകയും അവർക്ക് തന്നെ അർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറച്ചു നാള് ദർസിലൊക്കെ പഠിച്ചവർ മദ്രസ അധ്യാപകരാകുന്നവർ പോലും ഖുർആനിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ അറബി കോളേജിലൊക്കെ പഠിച്ച് തഫ്സീറും കിതാബുകളൊക്കെ പഠിച്ച് വരുന്നവരാണ് കുറച്ചുകൂടെ ഖുർആൻ അറിഞ്ഞിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ മരിച്ച വീട്ടിലൊക്കെ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിരുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ സ്ഥിതി അതല്ല. ഒരു മാത്സര്യ സ്വഭാവം തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഖുർആൻ പാടിയ എല്ലാ സംഘടനകൾക്കും ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് വലിയ കാര്യമാണ്. ഇപ്പൊ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ ഖുർആനിനെ കുറിച്ച് അറിയാൻ കഴിയും. ഒരു എഞ്ചിനീയർക്ക് ഖുർആനിനെ കുറിച്ച് അറിയാൻ കഴിയും. ടീച്ചർക്ക്, അധ്യാപകർക്ക്, സയൻസ് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ അദ്ദേഹത്തിന്റെ ആ ക്ലാസിന്റെ ഒരു റെഫറൻസ് തന്നെയായി ഖുർആൻ മാറുന്നത്. കച്ചവടക്കാരൻ, എല്ലാവരും തന്നെ സമൂഹത്തിന്റെ വിവിധ സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കുന്നവർ ഖുർആനുമായൊരു ബന്ധം സ്ഥാപിക്കാൻ ഇപ്പോഴുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഖുർആൻ പഠന സംവിധാനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ ശുഭോദാർഹമാണ്, ആഹ്ലാദകരമാണ്. എങ്കിൽ പോലും വേണ്ടത്ര വളരെ പരിമിതമായ ആളുകൾ. നമുക്ക് എന്തുകൊണ്ടാണ് വഹാദാ ദിക്റുൻ മുബാറക്കുൻ അൻസൽനാഹു, നമുക്കിറക്കപ്പെട്ട അനുഗ്രഹം, ദിക്ർ ഓർമ്മപ്പെടുത്തൽ, താക്കീത്, ഹിദായത്ത്, വഴികാട്ടൽ എവിടെയാണ് നമുക്ക് വേണ്ടത്? നിങ്ങളൊരു ഭൗതിക വിജ്ഞാനം നേടിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫിസിക്സ് അല്ലെങ്കിൽ ഒരു സയൻസ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഒരു ഡോക്ടർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ മേഖലയിൽ ഉള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ജോലിക്കിടി മുമ്പ് തന്നെ അദ്ദേഹം ഖുർആനിനെ ഒരു ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏത് മേഖലയാണോ ആ മേഖലയിലേക്കുള്ള ഒരു ആമുഖമായിരിക്കും ഖുർആൻ. കാരണം ഖുർആൻ എന്ന് പറയുന്നത് കേവലം ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട മാത്രം വിഷയമല്ല. ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ മേഖലയിലൂടെ എല്ലാം ഖുർആനിന്റെ വരികൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഉദ്യോഗ മണ്ഡലത്തിരിക്കുന്ന ഒരാളിന്റെ തുടക്കം ഖുർആനിലൂടെ വരുമ്പോൾ അതൊരു ആമുഖമായി മാറുമെങ്കിൽ
അദ്ദേഹത്തിന്റെ പഠനശേഷം വീണ്ടും ഈ ഖുർആനിലേക്ക് വരുമ്പോൾ ഈ ഖുർആൻ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഉപസംഹാരമായിട്ട് ഈ ഖുർആൻ വരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, സാമ്പത്തിക വിഷയങ്ങളിൽ, കുടുംബ വിഷയങ്ങളിൽ, സാംസ്കാരിക വിഷയങ്ങളിൽ, ധാർമ്മിക വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവുമായിക്കൊണ്ട് ഈ ഖുർആനിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. നമുക്ക് ഏറെ സുപരിചിതമാണല്ലോ ഈ കടപ്പുറം എന്ന് പറയുന്നത്, ബീച്ച്. നമ്മൾ വളരെ വിനോദത്തിന് വേണ്ടിയിട്ട് ബീച്ചിൽ പോയിരിക്കാറുണ്ട്. ചിലര് ചെന്നിട്ട് എന്ത് ചെയ്യും? കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ബീച്ചിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കും. എന്നിട്ടിങ്ങനെ കടലമണികൾ പറക്കിക്കൊണ്ടിരിക്കും. ചിലർ കടലിലേക്ക് നോക്കിയിട്ട് അതിന്റെ തിരമാലകൾ വരുന്നത് നോക്കി കണ്ടാസ്വദിച്ചിരിക്കും. ചിലർ വേണമെങ്കിൽ 2 അടി മുന്നോട്ട് വെച്ച് ആ കടലിലെ തിരകൾ കാലിൽ വന്ന് തട്ടിത്തെറിച്ചു പോകുന്നത് ആസ്വദിച്ചു നിൽക്കും. ചിലർ ഒന്നുകൂടി ഇറങ്ങി മുങ്ങിക്കുളിക്കുന്നത് കാണാം. ചിലർ ഒന്നുകൂടി സാഹസികമായി പ്രയത്നപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീന്തിപ്പോകുന്നത് കാണാം. മറ്റു ചിലർ തൻ്റെ വള്ളവും എടുത്തുകൊണ്ട് അതിൻ്റെ ആഴിയിലെ കിടക്കുന്ന മത്സ്യത്തെ പിടിക്കാൻ, അല്ല അവിടെ നിന്നും ചിലർ അതിൻ്റെ ആഴിയിലെ മുത്തുകൾ, ചിപ്പികൾ സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് പോലെ വിശുദ്ധ ഖുർആനാകുന്ന ഈ മഹാസാഗരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കാം. നിങ്ങളുടെ പുറകിൽ കടലുണ്ടായിട്ട് കൂടി ആ കടലാസ്വദിക്കാൻ കഴിയാതെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പലവിധ പഴങ്കഥകളും മറ്റ് അനാവശ്യ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് കടലിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് മാതിരി ഈ ഖുർആനിനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം. ഒരു പാരായണത്തിലൂടെ അതിൻ്റെ ചെറിയ ചെറിയ പുണ്യങ്ങൾ, അതിലെ ഓരോ ഹർഫും പുണ്യം നേടിക്കൊണ്ട് കേവലം വെറും ഒരു പാരായണത്തിൽ മാത്രം നിങ്ങൾക്ക് ആ മഹാസാഗരത്തെ കണ്ടാസ്വദിക്കാം. അല്ല, നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങൾ വേണമോ? അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സമ്പൽ സമൃദ്ധമായ അനുഗ്രഹീതമായ വിഭവങ്ങൾ നിങ്ങൾക്ക് വേണമോ? കുറച്ചുകൂടി നിങ്ങൾ ത്യാഗം സഹിച്ചുകൊണ്ട്, നിങ്ങളുടെ മേലുകൾ നനഞ്ഞുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ഒരിക്കലും ആർക്കും സങ്കല്പിക്കാത്ത വലിയ വിലപിടിപ്പുള്ള മുത്തുകൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, കലാമുല്ലാഹ്. ആരാണ് അല്ലാഹു ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹുവിനെ കുറിച്ച് മറുവാക്കില്ല. ആരാണ് അല്ലാഹു? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ഒരു പരിശുദ്ധിക്ക്, ആ ഒരു കഴിവിന് അതിനപ്പുറം മറ്റൊരു വർത്തമാനമില്ല. ആ സുബ്ഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അഹ്സനുൽ കലാം, ആ കലാം നമ്മിലേക്ക് എത്തിച്ചു തന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെയാണ്, വഹയിലൂടെ. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് ആ ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമയെ റൂഹുൽ അമീൻ, പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധനായ അല്ലാഹുവിൽ നിന്ന് ഖുർആനിനെ വഹിച്ചു കൊണ്ടുവരുന്ന മലക്കിന്റെ പേര് പരിശുദ്ധ ആത്മാവ് എന്നാണ്. ആ പരിശുദ്ധ ആത്മാവ് ആരിലേക്കാണ് ആ ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നത്? ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശ്രേഷ്ഠതയ്ക്ക് കാരണം? ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകൻ ആണ് എന്നുള്ളതാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസമോ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ്. ഷഹ്റു റമളാൻ, റമളാൻ മാസത്തിലാണ്, ഏറ്റവും പവിത്രമായ മാസത്തിലാണ്. ആ ഇറക്കപ്പെട്ട രാത്രി തന്നെയോ ഏതാണ്? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവിന്റെ ശ്രേഷ്ഠത, ആ രാവിന് ഒരു രാത്രിക്ക് കൈവന്നത്
ആ രാത്രി ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടത്? ഹുദൽ ലിന്നാസ്, മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി. ആ ഹിദായത്ത് ഏറ്റെടുക്കുന്ന മനുഷ്യനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചത് എന്താണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. ആ പഠിക്കുന്ന ദിനങ്ങളാണ് ഏറ്റവും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ദിനം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഖുർആനിനെ കുറിച്ചൊരു ആശങ്ക. നമ്മൾ എവിടെ നിൽക്കുന്നു? നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറ്റി പറയുമ്പോൾ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ഈ ഖൗമ് ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്ന് നമുക്കെതിരെ സാക്ഷ്യം പറയുമ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തും. നിങ്ങൾക്ക് സാഹചര്യക്കുറവുകളാണോ? അതിനുള്ള സാഹചര്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരികയാണ്. ഈ കമ്മിറ്റിയും ഈ പള്ളിയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഇതിൻ്റെ അടിത്തറ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കേന്ദ്ര പ്രസ്ഥാനം ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന പേരിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ആളുകൾക്ക് ഖുർആനികമായ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ സ്റ്റഡി സെന്റർ നിങ്ങൾക്കങ്ങനെ ഒരു പാഠ്യപദ്ധതി ഒരുക്കി അവസരമൊരുക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ടായി ഇല്ല എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സാക്ഷി പറയാൻ പാടില്ല. ഈ മിമ്പറിനെ സാക്ഷി നിർത്തി, ഈ പള്ളിയെ സാക്ഷി നിർത്തി, ഇവിടെ സാന്നിധ്യമുള്ള മലായിക്കത്തുകളെ സാക്ഷി നിർത്തി, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇവിടെയുള്ള സമൂഹത്തിന്, സമുദായത്തിന്, മുസ്ലിം സമൂഹത്തിന് ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ടായിരിക്കെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്കതിന് അവസരമുണ്ടായില്ല എന്ന് നമ്മൾക്ക് ന്യായം പറയാൻ കഴിയുകയില്ല. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കീഴിൽ QS സ്പോട്ട് എന്ന ഒരു ഓൺലൈൻ പദ്ധതി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു. ഒക്ടോബർ 1 മുതൽ ആണ് അത് ആരംഭിക്കുന്നത്. മഗ്‌രിബിന് ശേഷം 15 മിനിറ്റ് പഠനത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ഓഫീസിലാണോ അതല്ലെങ്കിൽ ഷോപ്പിലാണോ യാത്രയിലാണോ എവിടെയായാലും പ്രശ്നം വരില്ല. ഓൺലൈൻ സംവിധാനമാണല്ലോ. ഇപ്പം നെറ്റില്ലാത്തവരുണ്ടോ? നിസ്കാരം കഴിഞ്ഞാൽ തന്നെ നിസ്കാരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കണം. എന്തോ നെറ്റിൽ പടച്ചോനെ എന്തോ കാര്യം അപ്പം തന്നെ നമ്മൾ അറിയിച്ചു എന്നുള്ള ഭാവത്തിലാണ് സലാം വീട്ടിൽ ഉടനെ തന്നെ ആളുകൾ. അത്രക്ക് മൊബൈലും നെറ്റുമായി അറ്റാച്ച്മെന്റ് ഉള്ള നമ്മളാണ്. ഇതിനെ അവഗണിക്കാൻ പാടില്ല ഇല്ലേ? നമ്മൾ അങ്ങനെ തീരുമാനിക്കുകയല്ലേ? 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ പ്രത്യേകിച്ച് സഹോദരിമാർ എല്ലാവർക്കും പ്രാഥമികമായ വിദ്യാഭ്യാസം എന്ന നിലയിൽ അതിൻ്റെ ചരിത്രം, കഥ, അതിൻ്റെ സ്വർഗം, നരകം, പടച്ചവൻ, പ്രവാചകന്മാർ, മലായിക്കത്തുകൾ, ഇന്നൊരു നിഷേധാത്മകത, മലക്കുകളോ പടച്ചവനോ പ്രവാചകനോ ഹദീസോ ഖുർആൻ ഒരു നിഷേധാത്മകത നമ്മുടെ മക്കളിൽ വളർന്നു വരുന്നു. കാരണം കുട്ടികൾക്കറിയില്ല ഇതെന്താണെന്ന്. കാരണം ഖുർആൻ അറിയില്ല. ഖുർആൻ അറിഞ്ഞാലാണല്ലോ ഹദീസ്, പ്രവാചകനെ അറിയാൻ കഴിയൂ. അപ്പോൾ ഒരു നിഷേധാത്മകത നമ്മളെ ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്ന് തന്നെ നമ്മളെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് ഇവിടുത്തെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടനെ ബന്ധപ്പെടുക. ഈ പള്ളിയുടെ പുറത്ത് QS സ്പോട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെ പതിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഈ വിഷയത്തിൽ ഒരു സന്നിഹിതരാകണം. തങ്ങളാൽ സാധ്യമാകുന്ന തരത്തിൽ ഒരു 15 മിനിറ്റ് ഞായറാഴ്ച ഒഴിവാണ്. ഈ ഞായറാഴ്ച നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒഴിവ് ദിനം, കല്യാണം, വിനോദം ആയിക്കോ, പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ അവഗണിച്ച് കളയാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമുക്ക് അനുകൂലമായി ഖുർആൻ സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രയത്നം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ പള്ളിയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ BM അബ്ദുള്ള സാഹിബ് ഉണ്ടല്ലോ,
അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ കുട്ടി പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കുള്ള ഒരു കനം തൂങ്ങൂലോ, നന്മയുടെ ആ കനം തൂങ്ങാൻ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നന്മയുടെ സബറിൻ്റെ അല്ലേ, എത്ര സഹിക്കണം ആ മാതാവ് പിതാവ്. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ സ്വർഗത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുമെന്നാണ് ഈ മക്കൾ. ഈ ബാപ്പയെയും ഉമ്മയെയും കാത്തു നിൽക്കും സ്വർഗത്തിൽ സ്വീകരിക്കാൻ. അല്ലെങ്കിലും ഇങ്ങനെ നഷ്ടപ്പെടുന്ന മക്കൾ നമുക്ക് നഷ്ടപ്പെടൂലാട്ട, താൽക്കാലികമായ ഒരു ഗ്യാപ്പാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കഥ വായിച്ചിട്ടില്ലേ? നദിയിലെ ഉമ്മ ഇങ്ങനെ ഒഴുക്കുമ്പോൾ ആ മകൻ നഷ്ടപ്പെടുകയല്ലായിരുന്നല്ലോ, ഒരു വലിയ ലോകനേതാവായ ഒരു പ്രവാചകനായ ആ മകൻ തിരിച്ചു വരികയായിരുന്നു. യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെ മകനെ സഹോദരന്മാർ പൊട്ടക്കിണറിലിടുമ്പോൾ ആ ബാപ്പാക്ക മകൻ നഷ്ടപ്പെടുകയായിരുന്നില്ല. സബറൻ ജമീൽ, ഭംഗിയായൊരു ക്ഷമ അല്ലെ അയ്യൂബ് നബി പറയണില്ലേ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നില്ലേ യൂസഫ് നബി അലൈഹി ഇസ്ലാമയുടെ നഷ്ടത്തെക്കുറിച്ച്? സബറൻ ജമീൽ, മക്കള് നമ്മളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അസഹ്യമായ കാരണം, നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. പണ്ടൊരാൾ പറഞ്ഞതോർക്കുന്നുണ്ട്, തൻ്റെ പൊന്നാര മകൾ മരണപ്പെട്ടപ്പോൾ ഒരു മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നത്. അപ്പം എത്ര സബർ വേണം പടച്ചവനെ. ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീ സബർ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വേർപാടിൻ്റെ പല വേദന അനുഭവിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ പള്ളിയിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഭക്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഷഫീർ ചെയ്യുണ്ടല്ലോ, KSCB ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കിഡ്നി സംബന്ധമായ അസുഖത്താൽ വല്ലാതെ പ്രയാസപ്പെടുന്നു. മഞ്ഞപ്പിത്തമൊക്കെ കൂടിയിട്ട് വലിയ പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ തന്നെ പ്രയാസപ്പെടുന്നവർ വാർദ്ധക്യം കൊണ്ട്, സാമ്പത്തികമായ പ്രയാസം കൊണ്ട്, രോഗം കൊണ്ട്, മറ്റു പല കാരണങ്ങളാലല്ലേ, കുടുംബപരമായി മനുഷ്യനല്ലേ, പല വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പരിഹരിച്ച് തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മെപ്പോലെ തന്നെ നമ്മുടെ പല സഹോദരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും വിഷമങ്ങൾക്ക് പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ തമ്പുരാനെ. മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരണപ്പെടുവാനും നാളെ നിന്റെ പ്രതിഫലം നേടുന്ന അത്യുന്നതരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.